ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ എടുത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ്. ഇതൊക്കെ പരീക്ഷകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ടും കടക്കുന്നില്ല, നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഇന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചാണ്. സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുമ്പോഴേ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല പേര് പേരാണ് മൂൽശങ്കർ കേട്ടോ. ആദ്യകാല പേര് മൂൽശങ്കർ എന്നാണ്. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് പറയുമ്പോൾ റിയൽ നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി, ആൻസർ മൂൽശങ്കർ. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഈസ് നോൺ ആസ് കാൽവിൻ ഓഫ് ഹിന്ദുസം. സ്വാമി ദയാനന്ദ സരസ്വതി ഈസ് നോൺ ആസ് കാൽവിൻ ഓഫ് ഹിന്ദുസം. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഇതുവല്ല, ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി ഈസ് ആൾസോ നോൺ ആസ് മാർട്ടിൻ ലൂതർ ഓഫ് ഹിന്ദുസം. ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്ന ആരെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഋഗ്വേദം ആദ്യമായിട്ട് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ഋഗ്വേദ ടു ഹിന്ദി. ഋഗ്വേദം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ പറയുകയാണെങ്കിൽ ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. He founded ശുദ്ധി മൂവ്മെന്റ്, അല്ലെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്റ്റാർട്ടഡ് ശുദ്ധി മൂവ്മെന്റ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഏത് പുസ്തകമാണ്? സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി wrote a famous book, Satyartha Prakash. The famous book Satyartha Prakash was written by Swami Dayananda Saraswati. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഏത് ആരംഭിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത്. അതുപോലെ തന്നെ സത്യാർത്ഥ പ്രകാശം എന്ന പുസ്തകം രചിച്ചവരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, സ്വാമി ദയാനന്ദ സരസ്വതി പറയുകയുണ്ടായി, എന്ത് പറഞ്ഞു? വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാക്കുക എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അതുപോലെ തന്നെയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ പറയുന്നത് അന്ത്യവിശ്രമ സ്ഥലങ്ങളെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യയിലെ പ്രമുഖരെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ. സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? മഹാപ്രയാൺഘട്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അന്ത്യവിശ്രമ സ്ഥലം. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആൻസർ മഹാപ്രയാൺഘട്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി, ആൻസർ രാജ്ഘട്ട്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനമാണ്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ജവഹർലാൽ നെഹ്റു, ആൻസർ ശാന്തിവനം. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ജവഹർലാൽ നെഹ്റു, ആൻസർ ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസ്ഥൽ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഇന്ദിരാഗാന്ധി, ആൻസർ ശക്തിസ്ഥൽ.
അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? വീർഭൂമി, റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് രാജീവ് ഗാന്ധി. ആൻസർ വീർഭൂമി. വീർഭൂമിയാണ് റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് രാജീവ് ഗാന്ധി, വീർഭൂമി. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ശങ്കർ ദയാൽ ശർമ്മ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ശങ്കർ ദയാൽ ശർമ്മ എവിടെയാണ്? ഏകതാ സ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥലാണ്, ഏകതാ സ്ഥല്. അതുപോലെ തന്നെ ഡോക്ടർ KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഉദയഭൂമി. ഡോക്ടർ KR നാരായണന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉദയഭൂമി. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഡോക്ടർ KR നാരായൺ. ആൻസർ ഉദയഭൂമി. അതുപോലെ പറയുകയാണെങ്കിൽ ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം റെസ്റ്റിംഗ് എവിടെയാണ്? കിസാൻഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ചരൺ സിംഗ്. ആൻസർ കിസാൻഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ചരൺ സിംഗ്. ആൻസർ കിസാൻഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഗുൽസാർലാൽ നന്ദ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ഗുൽസാർലാൽ നന്ദ. ആൻസർ നാരായൺഘട്ട്. അതായത് ഗുൽസാർലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? നാരായൺഘട്ട്. അതുപോലെ തന്നെ ദേവിലാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? സംഘർഷ് സ്ഥൽ. ദേവിലാൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എവിടെയാണ്? സംഘർഷ് സ്ഥൽ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദേവിലാൽ. ആൻസർ സംഘർഷ് സ്ഥലാണ്. സംഘർഷ സ്ഥലാണ് ദേവിലാലിന്റെ അന്ത്യവിശ്രമ സ്ഥലം. ദേവിലാലിന്റെ അന്ത്യവിശ്രമ സ്ഥലം സംഘർഷ സ്ഥലാണ്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ദേവിലാൽ. ആൻസർ സംഘർഷ സ്ഥൽ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? മദർ ഹൗസ്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് മദർ തെരേസ. ആൻസർ മദർ ഹൗസ്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് മദർ തെരേസ. ആൻസർ മദർ ഹൗസ്. അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വിജയ്ഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആൻസർ വിജയ്ഘട്ട്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? മൊറാർജി ദേശായി എവിടെയാണ്? അഭയ്ഘട്ട്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് മൊറാർജി ദേശായി. ആൻസർ അഭയ്ഘട്ട്. അതുപോലെ തന്നെ ജഗജീവൻ റാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? സമതാസ്ഥൽ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ജഗജീവൻ റാം. ആൻസർ സമതാസ്ഥൽ. AB വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? സ്മൃതിസ്ഥൽ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് AB വാജ്പേയി. ആൻസർ സ്മൃതിസ്ഥൽ. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് AB വാജ്പേയി. ആൻസർ സ്മൃതിസ്ഥലാണ്. അതുപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം തങ്കച്ചിമഠം. അതെവിടെയാണ്? രാമേശ്വരം. തങ്കച്ചിമഠം ലൊക്കേറ്റഡ് അറ്റ് രാമേശ്വരം. തങ്കേശ്വരം സിറ്റുവേറ്റഡ് അറ്റ് രാമേശ്വരം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ PV നരസിംഹറാവുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം PV നരസിംഹ എവിടെയാണ്? ബുദ്ധപൂർണിമ പാർക്ക്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് PV നരസിംഹറാവു. ആൻസർ ബുദ്ധപൂർണിമ പാർക്ക്. ബുദ്ധപൂർണിമ പാർക്ക്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ ജയലളിതയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? മറീന ബീച്ച്, ചെന്നൈ. കേട്ടോ, മറീന ബീച്ചിലാണ് ജയലളിത അന്ത്യവിശ്രമം കൊള്ളുന്നത്. റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ജയലളിത. ആൻസർ മറീന ബീച്ച്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ സിമ്പിളായ ലാംഗ്വേജാണ്. ഏത് വ്യക്തികൾക്കും മനസ്സിലാവുന്ന ലാംഗ്വേജാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ സിംപ്ലസ്റ്റായ വേർഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. വീഡിയോ കാണുന്നതും കാണാത്തതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നവർ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന തൽക്കാലം നിർത്തുവാണ്. അപ്പം നമ്മൾ നാളെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ദിവസം ഒരു വീഡിയോ വെച്ച് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. LLB എൻട്രൻസ് ക്ലാസ്സിൻ്റെ വീഡിയോ ആണെങ്കിലും ഏത് മത്സര പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, മലയാളത്തിലും പറയുന്നുണ്ട്. മലയാളത്തിൽ പറയുന്നുണ്ട് ജസ്റ്റ് ഡയറക്റ്റ് തന്നെ കൺവെർട്ട് ചെയ്താണ് പറയുന്നത് കേട്ടോ. വലിയ ബുക്കിഷ് ലാംഗ്വേജോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് വേർഡ്സോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ള ആർക്കും മനസ്സിലാകുന്ന ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ.